ഓരോ വീഡിയോ എടുത്തത് കണ്ണുനീരോടുകൂടി തന്നെയായിരുന്നു. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതരായ മക്കൾക്ക് വേണ്ടിയുള്ള നവജീവൻ സ്പെഷ്യൽ സ്കൂളിലായിരുന്നു ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷം. വന്ന കണ്ണുനീര് സഹതാപം കൊണ്ടല്ല, സ്നേഹം ഒത്തിരി കണ്ടതുകൊണ്ടാണ്. നിഷ്കളങ്കരായ മക്കളെ ചേർത്ത് പിടിക്കുന്നവരെ കണ്ടിട്ട്. 11 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാമിലെ ഏറ്റവും അവസാനത്തെ ഇനമായിരുന്നു നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി സമയത്തെ ഒരുക്കത്തിന് ശേഷം തന്നെയാണ് ഈ മക്കളെ എല്ലാം അധ്യാപകർ ഒരുക്കി ഇങ്ങനെ സ്റ്റേജിൽ എത്തിക്കുന്നത്. അതിനേക്കാട്ടിലും തീവ്രതയോടെയായിരുന്നു അധ്യാപകരുടെ കൈപിടിച്ച് മക്കൾ സ്റ്റേജിലേക്ക് കയറി വന്നത്. പ്രാർത്ഥനയോടെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്ന അധ്യാപകരെ തന്നെയായിരുന്നു ഞാൻ നോക്കിയത്. ചിലപ്പോഴെങ്കിലും തോന്നി മക്കളെക്കാട്ടിലും ഈ പ്രോഗ്രാം ഏറ്റെടുത്തത് അവിടുത്തെ അധ്യാപകരും സിസ്റ്റേഴ്സും അച്ഛന്മാരും തന്നെയായിരുന്നു. സ്റ്റേജിലേക്ക് ഒരു മടിയില്ലാതെ മക്കളിങ്ങനെ നടന്നു കയറി വരുന്ന കണ്ടപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്തു, എൻ്റെ ഇന്ത്യ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. അതെന്നെ വില കൊടുത്ത് വാങ്ങപ്പെട്ട ഈ പുണ്യഭൂമിയിൽ നിന്ന് ആരും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അർത്ഥവത്തായ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചെന്ന് പറയാം. കാരണം എനിക്കവിടെ കാണാൻ പറ്റിയത് സ്നേഹവും ചേർത്ത് പിടിക്കലും കരുണയും അനുകമ്പയും തന്നെയായിരുന്നു. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയും, എല്ലാവരെയും സഹോദരി സഹോദരന്മാരായിട്ട് കാണാൻ പറ്റുന്ന വലിയൊരു ജനവിഭാഗം ഉണ്ട് കേട്ടോ നമ്മുടെ ചുറ്റും. നമുക്കൊരു അധ്യാപകരെന്നോ പോലീസുകാരെന്നോ സോൾജിയേഴ്സെന്നോ കച്ചവടക്കാരെന്നോ മാതാവെന്നോ പിതാവെന്നോ സഹോദരങ്ങളിൽ നിന്നോ എന്തു വേണേലും വിളിക്കാം. പറയണ്ടല്ലോ, കാസർഗോഡ് എൻഡോസൾഫാൻ ബാധിതരായ കുടുംബങ്ങൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നറിയാവോ. അങ്ങനത്തെ ഓരോ കുടുംബങ്ങളിലേക്കും രാവിലെ നവജീവൻ്റെ ബസ്സുകളെത്തും. മക്കളെ കൂട്ടും നേരെ ഈ പുണ്യസ്ഥലത്തേക്ക്. അവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രം. അതുകൊണ്ടെന്താ, പെട്ടെന്നാണ് മക്കൾ ഹീൽ ചെയ്യപ്പെടുന്നത്. അവിടെ കണ്ടു, എല്ലാവർക്കും എന്തെന്നില്ലാത്തൊരു ജീവനുണ്ട് അവിടെ. മക്കളെല്ലാം ഒരിടത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ബ്യൂട്ടിഫുള്ളായി കളിച്ചുകൊണ്ടിരിക്കുക. നോക്കുമ്പം അവരുടെ ടീച്ചർ അതിനേക്കാട്ടിലും കളർഫുള്ളായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുക. അതെ, ചില സമയങ്ങളിൽ മാത്രമാണ് ഇതൊരു സ്പെഷ്യൽ സ്കൂൾ എന്ന പോലെ എനിക്ക് തോന്നിയത്. കുറ്റപ്പെടുത്താതെ വഴക്ക് കൂടാതെ ചേർത്ത് പിടിക്കാനും കരുതാനും ആളുകളുള്ളപ്പം ഏത് മനസ്സാണ് സുഖപ്പെടാത്തത്? ഒരിക്കലും മറക്കാനാവാത്ത വിധം ചില ഓർമ്മകൾ വല്ലാണ്ട് മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് തന്നെയാണ് നവജീവനെ ഇന്ന് വീട്ടിലേക്ക് തിരിച്ച് പോകണം. അവിടെ കുടുംബമായിട്ട് പോകണം. കാരണം കുറേ മാലാഖ കുഞ്ഞുങ്ങളുണ്ട് അവിടെ. എന്ന് പറഞ്ഞാൽ സ്നേഹം കൊണ്ട് അവരെ മൂടുന്ന കുറേ വലിയ മാലാഖമാരും. നമ്മൾ പിറന്ന നാടിന് ജന്മദിനാശംസകൾ. ദൈവം അനുഗ്രഹിക്കട്ടെ.